ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു നോട്ട് നിരോധനം വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു വലിയൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വാർത്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കാനായിട്ട് പല ആൾക്കാരും പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന്, ഈവൻ നമ്മുടെ രാജ്യത്തിനകത്തുള്ള പ്രതിപക്ഷം പോലും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ താറുമാറാക്കാനും ആഭ്യന്തര കലാപം അഴിച്ചുവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥ ഒരു ബാക്കിലോട്ട് അടിക്കും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ സർക്കാർ ഇന്റേണലി, അതായത് ആഭ്യന്തരമായിട്ടുള്ള മണി ഫ്ലോ കൂട്ടാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അയോധ്യ രാമക്ഷേത്രമൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നത്. അതിനു മുമ്പ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസ നേരെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ട്രംപിന്റെ താരിഫ് ഉണ്ടായ സമയത്ത് അപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകരേണ്ടതാണ്. പക്ഷെ അപ്പോ GSTയിൽ വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞെട്ടിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏത് രീതിയിലും തകർക്കാൻ ശ്രമിച്ചിട്ടും അത് തകരുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഒരു അറ്റകൈ പ്രയോഗത്തിനായി പല ആൾക്കാരും മുതിരുന്നു. നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കയ്യിലുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഡോമിനേറ്റ് ട്രാൻസാക്ഷൻ കൗണ്ട്സ് എന്ന് പറയേണ്ടി വരും. അതായത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ്സ് ആണ്. ഡിജിറ്റൽ പേയ്മെന്റ്സിൽ തന്നെ 99.7% അല്ലെങ്കിൽ 90% ആൾക്കാരും 90% ഓഫ് പീപ്പിൾ സേ ദേ പ്രിഫർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്. അതായത് 90% ആൾക്കാരും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ക്യാഷ് ഫ്ലോ ഉണ്ടല്ലോ, കറൻസി, അതും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. ഡിജിറ്റൽ പേയ്മെന്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഇപ്പോൾ ഓരോ ബഡ്ജറ്റ് കഴിയും തോറും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഉയർത്താനുള്ള പല നടപടിക്രമങ്ങളും ഈ ബഡ്ജറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 90% ആൾക്കാരും ഡിജിറ്റൽ പേയ്മെന്റ്സ് ട്രാൻസാക്ഷൻ ചെയ്യുമെങ്കിലും ക്യാഷ് സ്റ്റിൽ പ്ലേസ് എ ബിഗ് റോൾ ഇൻ സ്പെൻഡിങ് വാല്യൂ. 50% ആൾക്കാരുടെ കയ്യിൽ അവർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, ക്യാഷും ഉപയോഗിക്കുന്നുണ്ട്. ക്യാഷ് വലിയൊരു റോള് നമ്മുടെ എക്കണോമിയിൽ ഇപ്പോഴും അത് കൃത്യമായിട്ട് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഡി കമ്പനി, പാക് പിന്തുണയുള്ള ഡി കമ്പനി നമ്മുടെ നാട്ടിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇനി 5 സംസ്ഥാനങ്ങളേക്കുള്ള, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, ആസാം അടക്കമുള്ള 5 സംസ്ഥാനങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ പാക് പിന്തുണയുള്ള ഡി കമ്പനി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ നോട്ടുകൾ, കറൻസികൾ, ക്യാഷ് എത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് അത് തുറന്നു പറയുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വിദഗ്ധർ അത് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഇന്റേണൽ മാർക്കറ്റിലേക്ക് ഈ പണം എത്തിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാനുള്ള മാർഗമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോട്ട് നിരോധനം കൊണ്ട് നമുക്കുണ്ടായ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ കള്ള നോട്ട് അത് അടിക്കുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് പിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും കള്ള നോട്ട് അടിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് പിടിക്കാൻ സാധിക്കും. 1 രൂപ പോലും, അതായത് 25,000 മാസം ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഒരു എംപ്ലോയിയുടെ അക്കൗണ്ടിൽ പെട്ടെന്ന് പൊടുന്നതിനെ 10 ലക്ഷമോ 20 ലക്ഷമോ വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന് അത് അറിയാൻ സാധിക്കും. ഇൻകം ടാക്സ് കൃത്യമായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള സോഴ്സ് കാണിക്കണമെന്ന് പറയും. പക്ഷെ ഇപ്പോ ഇന്ത്യയിൽ ഈ വർഷം തുടർച്ചയായി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ വ്യാജ കറൻസി റാക്കറ്റ് വർദ്ധിക്കുമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ റാക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ദാവൂദ് സിൻഡിക്കേറ്റ് വ്യാജ നോട്ടുകളുടെ അച്ചടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇവർ കൊടുക്കുന്നത്, പാകിസ്ഥാനിൽ ഇത് അച്ചടിച്ചിട്ട് ഇത് നേരെ ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കുമാണ് മാറ്റുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് നോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ശക്തമായിട്ട് കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയിട്ടുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഇത് നേപ്പാളിലേക്കും ബംഗ്ലാദേശിലേക്കും ഇത് മാറ്റുന്നു. ഇപ്പോ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് നോട്ട് എത്തുകയും വ്യാജ കറൻസികൾ പശ്ചിമ ബംഗാളിൽ പ്രധാനമായി ലാൻഡ് ചെയ്യുകയും അവിടുത്തെ ലാൻഡിംഗ് പോയിന്റ് ആയിട്ടുള്ള മാൾഡയിൽ പ്രവർത്തനം വർദ്ധിച്ചതായി ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ പറയുന്നു. മാൾഡയിൽ ഈ റാക്കറ്റ് നടത്തുന്നവർ ബംഗ്ലാദേശിൽ നിന്ന് വൻതോതിൽ കള്ളപ്പണം സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദാവൂദ് സിൻഡിക്കേറ്റ് നേപ്പാൾ അതിർത്തിയിലൂടെ വ്യാജ കറൻസി കടത്താൻ ശ്രമിക്കുമെന്നും അതിനാൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ടെന്നും വേറൊരു ഉദ്യോഗസ്ഥൻ പറയുന്നു. സുരക്ഷാ സംവിധാനം തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന വസ്തുത മുതലെടുക്കാൻ ഈ ഘടക
രാജ്യങ്ങൾ ശ്രമിക്കുന്നു. അതിനാൽ അവർക്ക് അവരുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ അതിർത്തിയിൽ ഈ ഭീഷണി നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വ്യാജ കറൻസി രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കണ്ടെത്തുന്നത് മിക്കവാറും അസാധ്യമാണെന്നാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത്. ഫോറൻസിക് വകുപ്പുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഈ നോട്ടുകൾ വളരെ ഉയർന്ന നിലവാരമുള്ളതാണെന്നും അത്യാധുനിക മെഷീനുകളിലാണ് ഇപ്പോൾ ഈ നോട്ടുകൾ അച്ചടിക്കുന്നതെന്നും ഈ ഫോറൻസിക് വിദഗ്ധർ പറയുന്നു. ഇന്ത്യൻ ഏജൻസികൾക്ക് ഈ നോട്ടുകൾ കണ്ടെത്താതിരിക്കാൻ പാകിസ്ഥാൻ വലിയ തോതിൽ മൂലധനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ നോട്ടടിക്കുന്നതിൽ തന്നെ അവർ വലിയ രീതിയിൽ മൂലധനം വർദ്ധിപ്പിച്ചാണ് അത്ര ക്വാളിറ്റിയിലാണ് ഈ നോട്ടുകൾ അടിച്ചിറക്കുന്നത്. വ്യാജ കറൻസിക്ക് വോട്ടർമാർക്ക് ഫോർമുലേഷൻ കൃത്യമായി ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യാജ കറൻസിക്ക് വാട്ടർമാർക്ക് ഫോർമുലേഷൻ കൃത്യമായി ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നോട്ടുകൾ അച്ചടിക്കുന്നത് സാധാരണ കറൻസി നിർമ്മാണ യന്ത്രങ്ങളിലാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന് മാത്രമേ ഇവയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കാൻ സാധിക്കുകയുള്ളൂ. കോടിക്കണക്കിന് രൂപയുടെ വ്യാജ നോട്ടുകൾ ബംഗ്ലാദേശിലേക്ക് കടത്തിയതായി ഇന്റലിജൻസ് ഏജൻസികൾ സ്ഥിരീകരിച്ചു. കടൽ മാർഗം വഴിയാണ് മിക്ക വ്യാജ നോട്ടുകളും എത്തിച്ചതെന്ന് ഏജൻസികൾ മനസ്സിലാക്കി. ഇസ്ലാമാബാദിനോടുള്ള ധാക്കയുടെ പുതിയ മൃദുനയം കാരണം പാകിസ്ഥാന് പരിശോധനകളില്ലാത്തതിനാൽ ഇന്ന് ഈ വഴി എളുപ്പമാണെന്ന് ഡി സിൻഡിക്കേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം പാകിസ്ഥാനികൾക്ക് ഇപ്പോൾ അവിടെ വരുന്നതിന് വിസയൊന്നുമില്ല ബംഗ്ലാദേശിലേക്ക്, എല്ലാം നോർമലൈസ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യം ഇന്ത്യക്ക് കൊണ്ടുവരിക വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. അപ്പൊ ദാവൂദ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആരാണ് ഈ ദാവൂദ്, എന്താണ് ഈ ദാവൂദ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ജെൻസി കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല. ദാവൂദ് എന്താണ് ഈ ഡി കമ്പനി? നമ്മളിപ്പോഴും തലയ്ക്ക് അതിഭീകര വിലയിട്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ് ഈ ദാവൂദ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ വലിയ ഒരു നീക്കമാണ് ഇപ്പൊ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ എങ്ങനെ തടയും? അവർ തന്നെ പറയുന്നുണ്ട്, ഇതകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് സർക്കുലേറ്റ് ചെയ്യും, ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇത് അച്ചടിക്കുന്നത് വളരെ വലിയ മൂലധനം ഉപയോഗിച്ചാണ് ഇവർ അച്ചടിക്കുന്നത് പറയും. നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലേറുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ കള്ളനോട്ട് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെ. അത് അത്ര പെട്ടെന്ന് ഒരു നോട്ട് നിരോധനം കൊണ്ട് മാത്രം അത് തകർക്കാൻ കഴിയില്ല. അതിനു മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന്റെ സോഴ്സുകൾ അടക്കേണ്ടതായിട്ടുണ്ട്. ഇത് എത്തുന്നവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെത്തൊക്കെ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം ഏകദേശം, കാരണം അന്ന് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കയറുന്നതിന് മുമ്പ് ഒരു ലക്കും ലഗാനുമൊന്നും ഇല്ലായിരുന്നു. അതായത് എത്ര രൂപ ആരുടെത്തുണ്ടെന്നുള്ളത് അറിയില്ല, എത്ര കറൻസി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, റിസർവ് ബാങ്ക് അടിച്ചത് മുഴുവൻ തിരിച്ചു വന്നോ ഇല്ല, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ പുറത്തോട്ട് പോയോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അതൊക്കെ എല്ലാം കണക്കും കാര്യത്തിലേക്കും കൂടെ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അതിന്റെ തുടക്കം മുതലേ തന്നെ ചെയ്തത്. കാരണം ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രം നമ്മൾ കണ്ടതുകൊണ്ട് കാര്യമില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇത്തരമുള്ള നോട്ട് നിരോധനം പോലെയുള്ള അതിമാരകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും. അതിന് വളരെയധികം ഇന്റലിജൻസ് സംവിധാനങ്ങൾ വേണം. അപ്പോൾ നമ്മൾ വിചാരിക്കും കേവലം 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി എങ്ങനെയാണ് 2-3 വർഷം കൊണ്ട് ഇതൊക്കെ നടപ്പാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് കഴിയുന്നതല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് RSS എന്ന് പറയുന്ന ഒരു വലിയ സംഘടന അവർക്കുണ്ട്. ആ സംഘടനയ്ക്ക് അനവധി വിങ്ങുകളുണ്ട്. അതിനകത്ത് അവരുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വിങ്, അത് ഇന്ത്യ മാത്രമുള്ളവരല്ല അതിലുള്ളത്. മഹാരാഷ്ട്ര ആസ്ഥാനമാക്കിക്കൊണ്ട് ലോകത്തെമ്പാടുമുള്ള ഈ സാമ്പത്തിക വിദഗ്ധരും ഒപ്പം തന്നെ ഹൈ പ്രൊഫഷണൽസുകളും വിവിധ രാജ്യങ്ങളുടെ റിസർവ് ബാങ്കിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ളവരും അടങ്ങുന്ന ഒരു വലിയ ബൃഹത്തായ സംവിധാനമാണത്. അവർ വളരെ കാലമായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കൃത്യമായ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കൃത്യമായി തന്നെ ഒന്നൊന്നായി നടപ്പാക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഡി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി അതിനെ ക്ഷയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഡി കമ്പനി നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊന്നും ഇല്ല എങ്കിലും മുൻകാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയും സിനിമാ മേഖലയും നിയന്ത്രിച്ചത് അവരായിരുന്നു. പ്രത്യേകിച്ച് ബോളിവുഡ് മേഖലകളൊക്കെ അവരായിരുന്നു നിയന്ത്രിച്ചത്. അതിനെ ഏകദേശം തകർക്കാൻ ഇന്ത്യക്കായി. ബോളിവുഡ് മേഖല ഈ കരാളഹസ്തത്തിൽ നിന്ന് പിടിവിട്ടു. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം അവർ സൗത്ത് ഇന്ത്യയിലേക്ക് ഈ ഡി കമ്പനി കടന്നു വന്നു. മലയാളത്തിലടക്കമുള്ള സിനിമകളുടെ പിന്നിൽ ഇത്തരം ഡി കമ്പനികൾ ഉണ്ട്, ഡി കമ്പനിയുടെ സ്വാധീനമുണ്ട് എന്ന് പലപ്പോഴും മാധ്യമ വാർത്തകൾ വരുന്നതുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ തെരുവിലിറങ്ങി ടയർ കത്തിക്കുക എന്നുള്ളതല്ല. പകരം സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ ആ രാജ്യം അപ്പാടെ തകർന്നു പോകും. ചീട്ടുകൊട്ടാരം പോലെയാണ്, പിന്നൊന്ന് ഊതിയാൽ മതി താഴെ പൊക്കോളും. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പറയും ഡെത്ത് എക്കണോമിയാണ്, ചത്ത എക്കണോമിയാണ് ഇന്ത്യയുടേതെന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാർ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ലോകരാജ്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡെത്ത് എക്കണോമിയാണ്, ഇങ്ങോട്ടാരും വരരുതേ, പൈസ മുടക്കരുതേ, പൊട്ടി പൊളിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം.
ഇവിടെ കുറെ പ്രതിസന്ധികളുണ്ട് നമ്മുടെ ഈ ഡിജിറ്റൽ ഐസേഷന്. ശരിയാണ് ധനുഷ് പറഞ്ഞത്. നമ്മൾ 99% പേരും ഡിജിറ്റൽ പേയ്മെന്റിന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനകത്തൊക്കെ തന്നെ കുറേയധികം പേര് ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഡിജിറ്റൽ പേയ്മെന്റ് നമ്മുടെ ഈ രാജ്യത്ത് വിപുലമായ ഒരു ജനസംഖ്യയുള്ള, വിവിധമായ ഏരിയയുള്ള, വിവിധമായ ടെറൈൻസ് ഉള്ള ഈ രാജ്യത്ത് അത് എളുപ്പത്തിൽ നടപ്പാക്കുക അസാധ്യമാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് താല്പര്യക്കുറവായതുകൊണ്ടല്ല, ഇന്റർനെറ്റ് ഫെസിലിറ്റി, ഒപ്പം തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പുകൾ, ഇതൊക്കെ വളരെ ശക്തമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ കുറച്ച് കൂടുതൽ പേരും ഈ ഓൺലൈൻ ട്രാൻസാക്ഷന് കുറെ അധികം പേര് മടിക്കുന്നത്. ഈ തട്ടിപ്പ് നടക്കുവോ, ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരു ലിങ്കിൽ കയറുക എന്ന് വെക്കും. ഇപ്പൊ നമുക്ക് സുപരിചിതമായ ലിങ്ക് അല്ല, അല്ലാത്തൊരു ലിങ്കിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്നത് അയ്യോ ഈ പൈസ വേറെ വഴിക്ക് പോകുമോ, ഇല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് കൊള്ളയടിക്കുമോ എന്നൊരു ചിന്ത വലിയ രീതിയിൽ തന്നെയുണ്ട്. അത് അഭ്യസ്ത വിദ്യരിൽ എല്ലാവരിലും ഉണ്ട്. അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഞാൻ അടക്കമുണ്ട്. കാരണം നമ്മൾ ഇത് നോക്കി, ഞാൻ അങ്ങനെ വലിയ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളൊന്നുമല്ല, സാധാരണ നോർമലി ട്രാൻസാക്ഷൻ. പക്ഷേ ഏതെങ്കിലും ഒരു സാധനം വാങ്ങാൻ ഒരു ലിങ്കിൽ കയറുമ്പോൾ എനിക്കൊരു ഭയം വരും, ഇത് മുഴുവൻ പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഭയം വരും. ഇതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് എല്ലായിടത്തും ഇന്റർനെറ്റ് എത്തിയിട്ടില്ല. ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഓഫ്ലൈൻ പേയ്മെന്റ് എന്നൊരു വലിയ സംവിധാനം 2026 നടപ്പാക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ഓഫ്ലൈൻ, അതായത് നെറ്റ് ഇല്ലെങ്കിൽ പോലും ഓഫ്ലൈനിൽ തന്നെ ഇപ്പൊ നമുക്ക് നാവിഗേഷൻ വന്നു കഴിഞ്ഞു. അതായത് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്ന GPS-കളെ അല്ല, പകരം വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ നെറ്റ് ഓൺ ആകാതെ തന്നെ, അതായത് ഈ നെറ്റിന്റെ പ്രൊവൈഡർമാർ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഉപഗ്രഹങ്ങൾ വഴി നമ്മുടെ നെറ്റുകൾ, നമ്മുടെ രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങൾ വഴി നമ്മുടെ നെറ്റുകൾ വർക്കിംഗ് ആകണം. അങ്ങനെ ഓഫ്ലൈൻ പേയ്മെന്റിന് വേണ്ടിയുള്ള തുടക്കമാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 2 വർഷത്തിന് മുമ്പ് നമ്മുടെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തി. അന്ന് ഞാൻ ധനുഷിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്കും അതിന്റെ ആ പരീക്ഷണത്തിന്റെ പരീക്ഷണമായിരുന്നത്. അത് കുറെ കസ്റ്റമേഴ്സിന് അവർ കൊടുത്തിരുന്നു, ഓഫ്ലൈൻ ആയിട്ട് ഈ നോട്ടുകൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അത് നടത്തിയിരുന്നു. അങ്ങനെ പല പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇന്ന് ഈ സെക്ടറിൽ ഉള്ളത് എന്നുള്ളതും ഒരു പോരായ്മയാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ടും ഈ ഒരല്പം എന്താണ് പറയുന്നത്, സ്മാർട്ട് ഫോൺ അനിവാര്യമാണ്. ഒരു സാധാരണ ഫോണിലൂടെ, സ്മാർട്ട് ഫോണിൽ കൂടെ മാത്രമേ അത് നടത്താൻ കഴിയൂ. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ 2 പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, സ്മാർട്ട് ഫോൺ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 2031 ആകുമ്പോഴേക്കും ലോകത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മുടെ ഫോൺ സ്വന്തമായി വരുന്നു. ഈ രാജ്യത്തിന്റെ ഫോണ് 2027 അവസാനമാകുമ്പോൾ ഇന്ത്യയുടെ ഫോൺ, അതായത് നമ്മൾ ആപ്പിൾ ഫോൺ എന്ന് പറയില്ല, ആപ്പിൾ നമ്മുടെ അല്ലല്ലോ, ആപ്പിൾ ഫോൺ പോലെ ഇന്ത്യക്ക് സ്വന്തമായി ഫോൺ വരികയാണ്, ഒരു ബ്രാൻഡ്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ ഫോൺ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ആപ്പിളിനോടൊക്കെ മത്സരിക്കാനുള്ള ഒരു മേഖലയാണ്. ശരിയാണ്, അതൊരു മേഖല, ഒരു വശം. മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്ക് ഒരു 2000-2500 രൂപയ്ക്കൊക്കെ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ഇപ്പൊ കാണുന്ന വലിയ രീതിയിലുള്ള 4K ക്വാളിറ്റിയും ഇല്ലെങ്കിൽ ഒരുപാട് മെമ്മറിയും ഹൈ സ്പീഡ് പ്രോസസ്സറും ഒന്നും അല്ല. നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്മാർട്ട്നെസ് ഒക്കെ ആ ഫോണിൽ ഉണ്ടാകും. അതായത് അത്യാവശ്യം നമുക്കൊന്ന് QR കോഡ് അടിക്കുവാനും വരുന്ന മെസ്സേജുകൾ കാണുവാനും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റികൾ മാത്രമേ ഈ 2500 രൂപയുടെ ഫോണിൽ ഉണ്ടാകൂ. അതല്ലാതെ 300 പിക്സൽ മെഗാ ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതിന്റെ ഉപയോഗം തന്നെ ഫോട്ടോ എടുക്കുകയോ ഇല്ലെങ്കിൽ ഗെയിം കളിക്കുകയോ എന്നുള്ളതല്ല, പകരം ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കുറഞ്ഞ ചെലവിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ റിലയൻസ് ഗ്രൂപ്പും 2500 ഒരു ഫോൺ ഇറക്കാനുള്ള പരിപാടിയാണ്. ടാറ്റയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മൊബൈൽ രംഗത്തേക്ക് കടന്നു വരുന്നു. ടാറ്റ കമ്പനി വീണ്ടും മൊബൈൽ ഫോൺ നിർമ്മാണത്തിലേക്കും ഒപ്പം തന്നെ ഈ സിം കാർഡ് ഇതിന്റെ ആ ഒരു മേഖലയിലേക്കും അവർ ഈ വർഷം തന്നെ കടക്കുമെന്നുള്ളതാണ് വിവരം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ നോട്ടുകൾ ഇപ്പോഴും അതായത് 50% മുകളിൽ തന്നെ നോട്ടുകൾ തന്നെയാണ് പല ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളതിൽ കമന്റ് വരാൻ പോകുന്നത് നമ്മുടെ രാജ്യം ഒരു സ്മാർട്ട് ഫോൺ ഇറക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാരിപ്പോ ഈ ഫ്രീഡം 251 എന്ന് പറഞ്ഞ് 2016 നമ്മുടെ ഗവൺമെന്റ് ഒരു ഫോൺ ഇറക്കിയിരുന്നു. 251 രൂപയ്ക്ക് ഒരു ഫോൺ ഒരാൾക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു ഫോൺ ഇറക്കിയിരുന്നു. ആ ഫോണിന്റെ കാര്യം എന്തായടാ, അത് വലിയൊരു സ്കാം ആയിരുന്നില്ലടാ എന്ന് പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് പോകും. ആക്ച്വലി ഒരു അൺബിലീവബിൾ പ്രൈസ്, അതായത് 251 രൂപയ്ക്ക് അന്നൊരു ഫോൺ കിട്ടും എന്ന് പറഞ്ഞ ഒരു സംഭവം ആ സമയത്ത് വന്നിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ പ്രോജക്റ്റ് അല്ല.
അത് ഒരു എന്താ റിംഗിങ് ബെൽസ് എന്ന് പറയുന്ന നോയിഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു സ്കാം ആയിരുന്നു. അതിലാണ് നമ്മുടെ നാട്ടുകാർ പോയി പെട്ടിട്ട് ഇത് നമ്മുടെ സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഉള്ള സംഭവം ഉണ്ടായിരുന്നു. അത് ആ കമ്പനി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോ ഫോമർ ഗവൺമെന്റ് സബ്സിഡി ഓർ ഒഫീഷ്യൽ ഗവൺമെന്റ് പ്രോജക്ട്സ് വാസ് ബിഹൈൻഡ് ഇറ്റ് എന്ന്. അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊന്നും തന്നെ ഇതിന് ബാക്കിങ് കിട്ടിയിട്ടില്ല, ഇതിനകത്ത് ഒരു സബ്സിഡിയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് നമുക്ക് പോകാം. ചിലപ്പോൾ നാട്ടുകാർ വിചാരിക്കും ഇതൊരു സ്കാം ആയിരിക്കും. തുടർന്നോളൂ. എന്റെ പൊന്നു ധനുഷ്, നോയുടെ വരെയൊക്കെ എന്തിനാ പോകുന്നത്? മാങ്ങാ ഫോൺ എന്ന് പറഞ്ഞ് ഈ മലയാളി ഉൾപ്പെടെ തട്ടിച്ചവനാണ് ഇന്നൊരു ചാനൽ നടത്തുന്നത്. ഇല്ലേ, കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ നടത്തുന്ന മാംഗോ ഫോൺ, 250 രൂപയ്ക്ക് ഫോൺ കിട്ടും, സ്മാർട്ട് ഫോൺ എന്നും പറഞ്ഞിട്ട് 3500 കോടി രൂപ തട്ടിച്ച് UAE പോയി ഈ ഇടതുപക്ഷ സർക്കാരിലുള്ള പലരുൾപ്പെടെയും സഹായിച്ച് ഇന്ന് അയാൾ ആരാ? ഇന്നൊരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയാണ്. ഇന്ന് നമ്മൾ നോയുടെ വരെ തപ്പി പോകുന്നത് എന്തിനാ? അതെ, ആ മാംഗോ ഫോൺ എങ്ങനെ ഇറക്കിയില്ലെന്നറിയാമോ? ഇവിടെ നിന്ന് നേരെ ചൈനയിൽ പോയിട്ട് ചൈനയിൽ നിന്ന് 150 രൂപയ്ക്ക് അവിടെ കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിന്റെ മുഖത്ത് മാങ്ങയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടെ 10-15,000 രൂപയ്ക്ക് വിൽക്കുന്ന ഫോണാണ് മാംഗോ ഫോൺ. അല്ല, അതിനകത്തൊരു വിപ്ലവം നടത്തിയത് റിലയൻസ് ആയിരുന്നു. റിലയൻസ് അത് ചെയ്തതെന്ന് വെച്ചാൽ UAE-യിലേക്ക് LG കമ്പനി ഫോൺ ഇറക്കിയിരുന്നു, ചെറിയ ഫോൺ അന്നത്തെ സമയത്ത്. അപ്പൊ ഈ UAE കണക്കുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, റേഡിയേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അവരത് വിൽക്കാൻ അനുവദിക്കത്തുള്ളൂ. അപ്പൊ അത് ഡാമേജ് എന്നല്ല, അത് റിജക്റ്റ് ആയി. ഈ മാല് ചരക്ക് മുഴുവൻ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അംബാനി എന്ന് തൂക്കി മേടിച്ചിട്ട് വന്ന സാധനമാണ് 500 രൂപയ്ക്ക് നമ്മുടെ തലയിൽ ഏൽപ്പിച്ച് വെച്ച്. പക്ഷെ നല്ലൊരു കാര്യമായിരുന്നു, അതൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചെന്ന് പറയാം. ഏതായാലും നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് തിരിഞ്ഞു പോകുന്നു. ഏതായാലും മാംഗോ ഫോണുകാരനെ ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ മലയാളിക്ക് അവസരം വന്നു. ഇന്ന് മാംഗോ ഫോൺ എന്നൊന്നും പറയരുത്, അദ്ദേഹം ഇന്നൊരു വലിയ മുതലാളിയാണ്. ഒരു ചാനൽ മെസ്സിയെ വരെ പുള്ളി കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു വലിയ വ്യക്തിയായിട്ട് മാറി നിൽക്കുകയാണ്. ഏതായാലും അത് നമ്മുടെ സബ്ജക്ട് അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഏതായാലും ഈ നോട്ടിന്റെ ട്രാൻസാക്ഷൻ, കറൻസിയുടെ ട്രാൻസാക്ഷൻ നമ്മുടെ നാട്ടിൽ ഒരു 50% മുകളിലുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ നടക്കും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ രീതിയിൽ പണം ഒഴുകാം. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി, അതായത് സുരക്ഷാ സംവിധാനം മുഴുവൻ അത്തരം കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും നല്ല ഹൈ ടെൻഷനിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഭയങ്കര അലർട്ടായിരിക്കും. ഈ സെക്യൂരിറ്റി കൂടുതലും നമ്മൾ ശ്രദ്ധ പുലർത്തുന്ന മുഴുവൻ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളായിരിക്കും. അത്തരം ഒരു വിടവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യാമെന്ന് ഇവർ കരുതുന്നത്. നമുക്കറിയാം, പണ്ട് ഈ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനുമായിരുന്നു പാകിസ്ഥാനിൽ, പാക് അധിനിവേശ കാശ്മീർ, ഈ 2 പ്രദേശങ്ങളായിരുന്നു കള്ളനോട്ട് ഫാക്ടറികൾ ഉണ്ടായിരുന്നു, അനവധി ഫാക്ടറികൾ. ആ ഫാക്ടറികളെല്ലാമാണ് നമ്മൾ ബാലാക്കോട്ട് ആക്രമണത്തിൽ അടിച്ച് ഭസ്മമാക്കിയതും. പിന്നീട് അവർക്കത് ഇറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ നോട്ട് നിരോധനം കൊണ്ടുവരികയും ഇറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യം പടിപടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ മുൻപും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ പാറ്റേണുകളിൽ വ്യത്യാസമുണ്ട്. പാറ്റേണുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസകരമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇതിന്റെ പാറ്റേണുകൾ ശ്രദ്ധിക്കുക പ്രയാസകരമായിരിക്കും. ഒപ്പം തന്നെ ബാങ്കുകളിലേക്ക് ബൾക്കായിട്ട് ഈ പണം വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്കും അത് പെട്ടെന്ന് അതിനെ സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അതിനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ, ഇത് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് സർക്കാരിനോ RBIക്കോ തോന്നുകയാണെങ്കിൽ, അവർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമാർഗം, അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ നോട്ട് നിരോധനമായിരിക്കില്ല, പകരം ഈ നോട്ട് അടിമുടി ഒരുപക്ഷെ മാറിയേക്കാം. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഇളം പച്ച പോലത്തെ ഒരു കളറിലുള്ള ഒരു നോട്ടാണ് 500-ന്റേതെങ്കിൽ അത് ഒരുപക്ഷെ ഒരു യെല്ലോയിലേക്കോ ഓറഞ്ചിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കളറിലേക്കോ പെട്ടെന്ന് ചേഞ്ച് ആകുകയും 3-4 മാസം കഴിയുമ്പോൾ അതിന്റെ പാറ്റേൺ തന്നെ മാറ്റിക്കൊണ്ട് അടുത്ത അതേ കളറിൽ തന്നെ വേറെ പാറ്റേണിലേക്ക്, അതായത് അടിക്കടി പാറ്റേണുകൾ കളർ മാറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ റിസ്ക് ഫാക്ടർ കൂടുക. പക്ഷെ ഇത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, നോട്ട് നിരോധനം കൊണ്ടും കാര്യമില്ല. പകരം നമ്മൾ ചെയ്യേണ്ടതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ സ്പീഡാക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ചില സമരങ്ങളും നടന്നിരുന്നു. ഈ ഓൺലൈൻ പേയ്മെന്റുകൾ താഴ്ത്താൻ വേണ്ടി നമുക്കറിയാം, കുറച്ചു നാൾക്ക് മുമ്പ് കർണാടകത്തിലെ വ്യാപാരികൾ ഒരു സമരം ചെയ്തിരുന്നു. ധനുഷിന് ഓർമ്മയുണ്ടാകും. സമരം ചെയ്ത് വലിയ സമരമായിരുന്നു. ആ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞങ്ങൾ UPI പേയ്മെന്റുകൾ സ്വീകരിക്കില്ല, ക്യാഷ് ആയിട്ട് മാത്രമേ സ്വീകരിക്കുന്നു. പക്ഷെ അത് പൂട്ടിക്കെട്ടിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞ് നീയൊന്നും തന്നില്ല, സാധനം വേണ്ട, ഓൺലൈനിൽ വീട്ടിൽ കൊണ്ട് തരുമ്പോഴാണ് അവന്റെ കടയിൽ തുറന്നിട്ട് അഭ്യാസം എന്ന് പറഞ്ഞു. കട ആ പണം നാശമായിപ്പോയി. അവന്മാർ തിരിച്ച് പിന്നെയും വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് ഒരുപാട്. കാരണം ഇത് അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ, പാകിസ്ഥാൻ വഴി ഇന്ത്യയും അമേരിക്ക എല്ലാ രാജ്യങ്ങളും തകർക്കുവാനാണ് ഇത്തരത്തിലൊരു നീക്കം എല്ലാ രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് രാജ്യം തകർന്നാൽ അവരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താവുന്ന ഒരു ചിന്താഗതിയിലാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്ക് ശക്തമായ ഒരു സർക്കാർ സംവിധാനം ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉടനടിയുള്ള ഒരു ക്രമീകരണം അതിന് ഉണ്ടാകുക തന്നെ ചെയ്യും. അതിന്റെ സീരീസ് വെച്ചിട്ട് പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.
പെട്ടെന്ന് പിടിച്ചില്ലെങ്കിലും പതുക്കെ പിടിക്കും. ഇവിടെ നമ്മുടെ രാജ്യത്തെല്ലാം കണ്ടുവരുന്ന രീതിയിൽ പെട്ടെന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഈ 140 കോടി ജനമുള്ളിടത്ത് പെട്ടെന്ന് ഒരാളെ ഇങ്ങനത്തെ ഒരു സാധനം പിടിക്കുക എന്നുള്ളത്. കാരണം ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം വൈകിയാണെങ്കിൽ ഇത് പിടിക്കപ്പെടും. പക്ഷേ ഇതിന്റെ അടിമുതൽ മുടി വരെ, കാരണം ഇത് പിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ പാറ്റേൺ മാറ്റുകയാണെങ്കിൽ, കളർ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള 100 രൂപ നോട്ട് ഇല്ലെങ്കിൽ 500 രൂപ നോട്ട് എത്രയും പെട്ടെന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് പുതിയ നോട്ട് വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനോട്ടുകൾക്കൊക്കെ അവിടെ പിടിവീഴും. പക്ഷെ അവർക്കൊരു ടൈം എടുക്കേണ്ടി വരും. കാരണം ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടെത്തുന്നതിന് ഒരു ടൈം വെക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏതായാലും ഡിജിറ്റലൈസേഷൻ സ്പീഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ അത് ഇതിനകത്തൊരു വലിയ പങ്കും തീരും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ കാര്യം. ഇത് കൂടുതലും നടക്കുന്നത് ഈ ആളുകൾക്കിടയിലുമൊക്കെ മറ്റും ക്യാഷ് ട്രാൻസാക്ഷൻ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ക്യാഷ് ചില ബിസിനസ്സുകളൊക്കെ പറയുന്നുണ്ട്, ക്യാഷ് ആണെങ്കിൽ അത്രയും തുക തരണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ പൈസ ആണെന്നുണ്ടെങ്കിൽ 500 രൂപ മതി, ഓൺലൈൻ ആകുമ്പോൾ പിന്നെ ടാക്സ് ഒക്കെ ഉൾപ്പെടെ അടക്കണ്ടേ എന്ന് ചോദിക്കുന്ന എത്രയോ കടക്കാരെ നമുക്കറിയാം. അതിന്റെ അർത്ഥം അവർ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പേരിൽ വരുന്ന കേസ്. മണി ലോണ്ടറിങ് ആണ്. പക്ഷെ ഈ മണി ലോണ്ടറിങ് അല്ല കള്ളനോട്ട് എന്നുള്ളത്, രാജ്യദ്രോഹമാണ്. മണി ലോണ്ടറിങ്ങും രാജ്യദ്രോഹമാണ്. ഇതൊക്കെ ചെയ്യുന്നവർ ഓർത്താൻ നല്ലത്. കാരണം നേരായ വഴി പോവുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നോട്ട് വ്യാപകം എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്യാനുള്ള പ്രധാന കാരണം ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു വലിയ വാർത്ത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് കരുതിയിരിക്കുക. അത് ഭയക്കേണ്ട കാര്യമില്ല. ഒരു ജാഗ്രത മാത്രം നമുക്ക് ഉണ്ടായാൽ മതിയാകും. ശക്തമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചിട്ട് നിർത്താം. പല ആൾക്കാരും പറയുന്നുണ്ട് നവംബർ 8, 2016 നോട്ട് നിരോധനം നടത്തി. നോട്ട് നിരോധനം നടത്തിയ ശേഷം നരേന്ദ്രമോദിയുടെ ഒരു എക്സ്പെക്ടേഷൻ അത് മീറ്റ് ചെയ്തില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. നോട്ടുകൾ, കള്ളനോട്ടിൻ്റെ അച്ചടി കുറഞ്ഞില്ല. നോട്ട് നിരോധനം നടത്തി കഴിഞ്ഞ ശേഷം ഈ ഈ നോട്ട് നിരോധനത്തെ കൊണ്ട് യാതൊരുവിധ ഉപയോഗവും ഉണ്ടായില്ല, ഇതൊരു സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ള രീതിയിൽ നവംബർ 8 ആകുമ്പോഴേക്കും പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിൽ പരിഹസിക്കാറുണ്ട് മോദി സർക്കാരിനെ. യഥാർത്ഥത്തിൽ നോട്ട് നിരോധനം കൊണ്ട് നമ്മുടെ രാജ്യം നേടിയത് എന്താണ്? നോട്ട് നിരോധനം കൊണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് ലഭിച്ചത് എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്താണ് എന്ന് തെളിയിക്കാനായി നോട്ട് നിരോധനം. കാരണം നമ്മുടെ രാജ്യത്ത് എത്ര നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപ ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞാലല്ലേ നമുക്ക് അതനുസരിച്ച് ചെലവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അത് വന്നു. അതായത് രാജ്യത്തിന്റെ മാത്രമല്ല ഓരോ പൗരന്റെയും പോക്കറ്റിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഒരു വലിയ പരിധി വരെ, അതായത് ജൻധൻ യോജന അക്കൗണ്ട് തുടങ്ങുകയും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേർക്കും അക്കൗണ്ടബിലിറ്റി അക്കൗണ്ട് വന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കള്ളനോട്ടുകൾ വ്യാപകമായി തന്നെ നിന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ കള്ളനോട്ട് അടിച്ചിറക്കുന്നത് റിസ്ക് ആണ്. റിസ്ക് എന്ന് വെച്ചാൽ കേസ് കൊണ്ട് റിസ്ക് അല്ല, പേപ്പറിന്റെ പൈസ കൂടുതൽ, പിന്നെ പാറ്റേൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നു, അതിനകത്തുള്ള കോഡുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നു. ഇതൊക്കെ ഈ കള്ളനോട്ട് അടിക്കാരെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ആണ്. ഹൈ ക്വാളിറ്റിയുള്ള പേപ്പറുകൾ വേണം, പിന്നെ ഇതിന്റെ പാറ്റേണുകൾ അനുസരിച്ച് എപ്പോഴും ചേഞ്ച് ചെയ്ത് അടിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയും ഒപ്പം തന്നെ പഴയതുപോലെ അല്ല, ഇപ്പോൾ ഓരോ റിസർവ് ബാങ്ക് ഓരോ ഏരിയയിലേക്കുള്ള നോട്ടുകൾ ബാങ്ക് വിതരണം ചെയ്യുമ്പോൾ തന്നെ ഇന്ന സീരീസിലുള്ള നോട്ടുകൾ ഇന്ന ഏരിയയിലേക്കാണ് പോയതെന്ന് ബാങ്കിന് നന്നായി അറിയാം, റിസർവ് ബാങ്കിന് നന്നായി അറിയാം. ഇത് കേസ് അന്വേഷിക്കുകയാണെങ്കിൽ അത് ഇഡിക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഇത് കൃത്യമായി തന്നെ ഈ സീരീസ് ഏത് ഏരിയയിലാണ് റിസർവ് ബാങ്ക് സർവ് ചെയ്തിരിക്കുന്നത് എന്നും അറിയാൻ കഴിയും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കള്ളനോട്ട് പിടിക്കപ്പെടുമെന്നൊരു അവസ്ഥ വന്നു. കള്ളനോട്ട് ഇറക്കുന്നുണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ 100 എന്ന് പറഞ്ഞൊരു സീരീസിൽ ഒരു കള്ളനോട്ട് ഇറക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് അത്യാവശ്യം കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുകയും ചെയ്യാം, അതിനും കുഴപ്പമില്ല. പക്ഷെ ഈ നോട്ട് അവസാനം ആത്യന്തികമായി എത്തേണ്ട ഇടം കാണുമല്ലോ, അത് എങ്ങനെയെങ്കിലും ഒക്കെ കറങ്ങിത്തിരിച്ച് ബാങ്കിലേക്ക് എത്തുമ്പോൾ ഇതിന് പിടി വീഴുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ജനം അത്തരം നോട്ടുകളോട് വിമുഖത കാണിക്കും. കാരണം അങ്ങനെ ഒരു ഇലീഗൽ ആയിട്ട് ആരെങ്കിലും നൽകാൻ തയ്യാറാകുമ്പോൾ നമ്മൾ പറയും വേണ്ട എന്ന് പറയും. ഇപ്പൊ ഈ ഇരപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിൽ ഒരു നോട്ട് ഇരട്ടിപ്പിക്കൽ, അത് 10 രൂപ എടുത്ത് 20 രൂപ ആയിട്ട് 50 രൂപ ആയിട്ട് വന്നത്. ഇപ്പൊ അങ്ങനത്തെ സംഘങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ വരാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്നൊരു ചിന്ത വന്നു. ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് വരുമെന്ന്. കാരണം വേരുകൾ അന്വേഷിക്കാൻ എളുപ്പമാണ്. കാരണം ഈ സീരീസിലുള്ള നോട്ട് ഏത് ഏരിയയിലാണ് വിതരണം ചെയ്യപ്പെടുന്നതെന്ന് അറിയാം. എന്തായാലും ആ ഏരിയയിൽ കൂടെ ആയിരിക്കുമല്ലോ ഈ നോട്ട് സഞ്ചരിച്ച് തുടങ്ങുന്നത്, നടന്നു തുടങ്ങുന്നത് അവിടെ നിന്ന് ആയിരിക്കുമല്ലോ. എന്തായാലും ആ നടന്നു തുടങ്ങിയപ്പോൾ ഉള്ള ആളെ തപ്പി എന്തായാലും വരുമെന്നറിയാം. അങ്ങനെ ഒരു കാര്യം വന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ആളുകൾ കൂടുതൽ ഡിജിറ്റലൈസേഷനിലേക്ക് മാറി. എല്ലാവർക്കും എളുപ്പമുള്ള ഒരു കാര്യം ഡിജിറ്റലൈസേഷനാണ്. പക്ഷെ അതിന് കുറെ പോരായ്മകളുണ്ട്. കാരണം എല്ലായിടത്തും ഇതിന്റെ ഇത്തരം ആപ്പുകൾ സുഗമമായി വർക്ക് ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടെ വന്നു.
ഇവിടെയാണ് സൈബർ സെക്യൂരിറ്റി സുരക്ഷ. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫോണുകളിൽ ചില ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഫോൺ നിർമ്മാതാക്കൾ അങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് മുണ്ട് ഉരിഞ്ഞ് തലയെ കെട്ടിക്കൊണ്ട് കുറെ എണ്ണം പുറത്തിറങ്ങി. കാരണം ഈ ജഗതിരിവെന്ന് പറഞ്ഞൊരു സാധനമില്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ആപ്പ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. ഉടനെ അയ്യോ നമ്മുടെ സ്വകാര്യത, എന്ത് സ്വകാര്യതയാണുള്ളത്, ഇവിടുത്തെ ഏത് സ്വകാര്യതയാണുള്ളത്? ഒരു ഹാക്കർ ചെയ്യുന്നതേ ഉള്ളൂ ഈ രാജ്യത്തെ ഏതൊരുത്തിനും സ്വകാര്യത എന്ന് പറയൊക്കെ ചാറ്റുന്നതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതുമാണേലും ഒരു ഹാക്കർ ബുദ്ധിയുള്ള കേരളത്തിൽ കൊച്ചു പയ്യൻ വിചാരിച്ചാൽ പോലും പുറത്തു വരും. ആ ഒരു സാഹചര്യത്തിൽ മുൾമുനയിൽ നിൽക്കും. നമ്മുടെ എത്ര ഡേറ്റയാണ് ഇപ്പൊ ചോർന്നു പോയത്? KSEBിയുടെ അടക്കം ഡേറ്റ ചോർന്നു പോയില്ലേ? ഒരു പെൺകുട്ടി, എറണാകുളത്ത് നിന്നുള്ളൊരു പെൺകുട്ടിയല്ലേ അത് കണ്ടെത്തിയത്, അത് പുറത്തു വിട്ടില്ലേ? ഒരു പ്രമുഖ ചാനലിന്റെ ഡേറ്റാ ബേസ് ചോർന്നു പോയില്ലേ? പേര് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതൊന്നും അത്ര സുരക്ഷിതമല്ല. അപ്പോഴും നമ്മൾ പറയുന്നത് ഫോണിൽ കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, നമ്മളെ ചോർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അനവധി രാജ്യങ്ങളിൽ നിന്ന് അനവധി കൊച്ചു പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ആ മേഖല വികസിച്ച് കഴിഞ്ഞിരിക്കണം. ടെക്നോളജിയിൽ വലിയ രീതിയിൽ തന്നെ ലോകം മുന്നേറുകയാണ്. അപ്പൊ ഏതായാലും ഇത്തരമൊരു സുരക്ഷത വന്നു കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവരുടെയെങ്കിലും പൈസ ഒരുപക്ഷെ നഷ്ടപ്പെടാതിരിക്കുക. ഏതായാലും ഫോൺ കമ്പനി അത് അനുവദിച്ചിട്ടുമില്ല. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാര്യം, ഈ പഴയ നോട്ടുകൾ ഏറെക്കുറെ എല്ലാം തന്നെ തിരിച്ചെത്തിക്കാൻ അതിനെ കൊണ്ട് കഴിഞ്ഞു, അവ നശിപ്പിച്ചു കളയാൻ കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളുടെ ക്രയവിക്രയങ്ങളെല്ലാം ഒരു കണക്കും കയ്യും വന്നു. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് നോക്കുക. മുമ്പ് നമ്മുടെ വീടിന്റെ പരിസരത്ത് സ്ഥലങ്ങൾ വിൽക്കാനുള്ള ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ സ്ഥലം കച്ചവടം ചെയ്യപ്പെടുമായിരുന്നു. 10 രൂപ ചോദിച്ചാൽ 12 രൂപയ്ക്ക് വാങ്ങാൻ ആളുണ്ടായിരുന്നു. ഇന്ന് റോഡ് സൈഡിലുള്ള ഒരു സ്ഥലത്തിന് പോലും വിൽക്കാനുണ്ടെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരാണ് അത് വാങ്ങാൻ വരുന്നത്. നമ്മൾ ചോദിക്കുന്ന വില പോലും പലപ്പോഴും തരാറില്ല. കാരണം എല്ലാം അക്കൗണ്ടബിലിറ്റി വന്നതുകൊണ്ടാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ വിറ്റവനെ പിടിക്കും, വാങ്ങിയവനെ പിടിക്കും, ഇടനില നിന്നവനെ പിടിക്കും. അതുകൊണ്ടാണത്. അപ്പൊ ആ ഒരു വലിയ രീതിയിൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ എളുപ്പത്തിൽ കാണുന്നത് ഭൂമാഫിയയുടെ. എന്തുകൊണ്ടാണ് ഭൂമാഫിയ ഇപ്പൊ പഴയ ആർക്കും വേണ്ട സ്ഥലം? പണ്ട് ചുമ്മാതെ വാങ്ങി, ഇത്രയും ജനസംഖ്യ ഇല്ലായിരുന്നല്ലോ മുമ്പ്, ജനസംഖ്യ കുറവാണല്ലോ. അപ്പൊ ജനസംഖ്യ കൂടിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ സ്ഥലത്തിന് എന്തായാലും ആവശ്യം വരുമല്ലോ. ടൗൺഷിപ്പുകൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും സ്ഥലം ആവശ്യം വരുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഒരുപാട് പേര് മുൻപോട്ട് വരാത്തത്? പൈസ ഇല്ല എന്നുള്ളതല്ല, നേരെ ചൊവ്വ ഇറക്കാനുള്ള പൈസ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇത് എല്ലാ മേഖലയിലും, സിനിമാ മേഖലയിൽ അടക്കം ഇപ്പോൾ കൃത്യമായിട്ടൊരു കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. സിനിമാ താരങ്ങൾ പോലും അതീതരല്ല എന്ന് നമ്മൾ ചില റെയ്ഡുകളിൽ കൂടെ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈട് റെയ്ഡൊക്കെ വന്ന് സിനിമാ നടന്മാരെ പിന്നെ ബിസിനസ്സുകാരുടെ വീടുകളിൽ റെയ്ഡുകൾ നമ്മൾ കാണാറുണ്ട്. അതായത് ചെറിയൊരു നോട്ടീസ് പോലും ഏത് നിമിഷവും വരാം എന്നൊരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജനമാണ് ഇവിടെ. കാരണം നമ്മൾ കൊള്ളരുതാഴിയെ കാണിച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെയുള്ള സാമ്പത്തിക കുറ്റകൃത്യം കാണിച്ചാൽ ചെറിയ കേസല്ല എന്നും അത് രാജ്യദ്രോഹപരമായ കേസാണ് എന്നും ഒരു ബോധം ജനത്തിനുണ്ട്. അല്ലാതെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി FIR ഇടുന്ന വെറും ഒരു മോഷണ കേസ് അല്ലാതെ പകരം അത് രാജ്യദ്രോഹമാണ് എന്നുള്ളൊരു ബോധം അതിനുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് രാജ്യദ്രോഹം തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വലിയ രീതിയിൽ. പിന്നെ ഏറ്റവും വലിയ വിജയം, നമ്മുടെ രാജ്യത്ത് നികുതിദായകരുടെ എണ്ണം കൂടി, നികുതി വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിനു മുമ്പ് നികുതിദായകരുടെ എണ്ണം കൃത്യമായിട്ട് ഇല്ലായിരുന്നു, നികുതി അടയ്ക്കുന്നില്ല. ഇന്ന് കൃത്യമായി തന്നെ പൈസ വാങ്ങുന്നതും കൃത്യമായിട്ട് തന്നെ ഓടിപ്പോയിട്ട് നികുതി എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നേരത്തെ ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്ക് ED തപ്പി വീട്ടിൽ വരും, ഇല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് തപ്പി വരും, ഇൻകം ടാക്സ് തപ്പി വരും. ഇതൊക്കെ വരുന്ന സാഹചര്യം വന്നു. നികുതിദായകരുടെ എണ്ണം കൂടി. അത് രാജ്യത്തിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ വരുമാനം കൂട്ടുന്നതിന് ഒരു വലിയ പങ്ക് അത് വഹിച്ചിട്ടുണ്ട്. ഈ നികുതിയാണല്ലോ പ്രധാന പ്രശ്നം. അത് കൊടുക്കുമ്പോൾ തന്നെ രാജ്യത്തിന് വലിയ ഇൻകം കിട്ടും. അത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് എല്ലാം പൂർണ്ണമായും എന്നുള്ളതല്ല, ഏതാണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു 65% 70% വിജയം കണ്ടു.